ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ പഠിച്ചതിൻ്റെ ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ദേ കിടക്കുന്നു. ഡ്രോ wherever possible a rough sketch of, first part question, a triangle with both a line and a rotational symmetry of order more than 1. ഒന്നിൽ കൂടുതൽ റൊട്ടേഷണൽ സിമെട്രി ഉള്ളതും ഒന്നിൽ കൂടുതൽ എന്താണ് ലൈനോ സിമെട്രി ഉള്ളത് ആർക്കാ? ഏത് ട്രയാങ്കിളിന്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതേ വരച്ചേക്കുന്നു. ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ, ഇത് 3. ഇങ്ങനെ കട്ട് ചെയ്താലും 3 3 വരും, ഇങ്ങനെ കട്ട് ചെയ്താലും 3 3 വരും, ഇങ്ങനെ കട്ട് ചെയ്താലും 3 3 വരും. അപ്പോൾ ലൈനോ സിമെട്രി ഓക്കെ. റൊട്ടേറ്റ് ചെയ്താലോ ആംഗിൾ ഇവിടെ 120 ആണ് അല്ലേ? ഈക്വൽ ആംഗിൾസ് വരത്തില്ലേ? 120 കറക്കി എങ്ങനെ കറക്കിയാലും ഒരേ ആംഗിൾസ് വരും. ഓക്കെ. അടുത്തത് ട്രയാങ്കിൾ വിത്ത് ഓൺലി ലൈനോ സിമെട്രി, നോ റൊട്ടേഷണൽ സിമെട്രി. ഏതാ മക്കളെ? നമ്മൾ എക്സാമ്പിൾസ് ചെയ്ത് പഠിച്ചതാ. ഐസോസെൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇതൊരു 3 സെൻറ്റിമീറ്റർ ആണ്, ഇതൊരു 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് എത്ര ആയിരിക്കും? 3 ഒഴികെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. എത്ര? ഒരു 4 എടുക്കാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ എന്താ? ഇവിടെ 3 വന്നു, ഇവിടെ ഏതാണ് 4ൻ്റെ കറക്റ്റ് പകുതി 2 വന്നു, ഇവിടെയും 2 വന്നു. അപ്പോൾ 3 2 ഒരു വെർട്ടിക്കൽ, 3 2 ഒരു വെർട്ടിക്കൽ. ഇനി ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ സിമെട്രിക് ആയിരിക്കുമോ? അല്ല. അപ്പോൾ ഇതിനൊറ്റ ലൈനോ സിമെട്രി ഇല്ല. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇതിന് റൊട്ടേഷണൽ സിമെട്രി ഉണ്ടോ മക്കളെ? ഇല്ല. ഇതിനെ കറക്കിയാൽ എവിടെയെങ്കിലും വെച്ച് ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. എവിടെയെങ്കിലും വെച്ച് വേണമെങ്കിൽ നോക്കിക്കോ. എങ്ങനെ അത് നോക്കുന്നത്? റൊട്ടേഷൻ സിമെട്രി നോക്കുന്നത്? നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം, ABC. അപ്പം നമ്മൾ ഈ ട്രയാങ്കിളിനെ കറക്കി A ഇവിടെ കൊണ്ടുവന്നു, B ഇവിടെ വന്നു, C ഇവിടെ വന്നു. അപ്പോൾ എത്ര? എയുടെ ഇത് 3, ഇത് 4, ഇത് 3. ഇത് ഒരേപോലെയാണ് ഇരിക്കുന്നത്. അല്ല, ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു. അപ്പോൾ റൊട്ടേഷണൽ സിമെട്രി ഇല്ല. പക്ഷേ ലൈനോ സിമെട്രി ഒരെണ്ണം ഉണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റിനെ ക്വാഡ്രിലാറ്ററൽ വിത്ത് റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ മോർ ദാൻ 1. ഒന്നിൽ കൂടുതൽ റൊട്ടേഷണൽ സിമെട്രി ഉള്ളത് ആർക്കൊക്കെ ആയിരുന്നു? സ്ക്വയറിനുണ്ടായിരുന്നു, റെക്റ്റാങ്കിളിനുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ എന്തുണ്ടായിരുന്നു? ലൈനോ സിമെട്രി ഉണ്ടായിരുന്നു. ലൈനോ സിമെട്രി ഇല്ലാത്ത ഒരേ ഒരാളാരായിരുന്നു? 2 പേര്, 2 ക്വാഡ്രിലാറ്ററൽസ് ഉണ്ടായിരുന്നു. ആരാ? പാരലോഗ്രാം ഉണ്ടായിരുന്നു, പിന്നെന്താണ് ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്ത ക്വാഡ്രിലാറ്ററൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തും ഇല്ലായിരുന്നു? അവർക്ക് റൊട്ടേഷണൽ സിമെട്രി ഇല്ലായിരുന്നു. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 4th ക്വസ്റ്റ്യൻ നോക്ക്. എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ലൈനോ സിമെട്രി ബട്ട് നോട്ട് റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ മോർ ദാൻ 1. ആര് വരും? ആലോചിച്ച് നോക്ക് മക്കളെ. ട്രപ്പീസിയം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഏതെങ്കിലും, ബാക്കിയുള്ളത് പാരലൽ ആവണ്ട. ഇതൊരു ട്രപ്പീസിയമാണ്. ഇതൊരു ട്രപ്പീസിയമാണ്, ഇതൊരു ട്രപ്പീസിയമാണ്, ഇതൊരു ട്രപ്പീസിയമാണ്, ഇതൊരു ട്രപ്പീസിയമാണ്. ഇങ്ങനെ എങ്ങോട്ട് പോയാലും ട്രപ്പീസിയമാണ്. ഒറ്റ കണ്ടീഷനിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ വരണം. അപ്പോൾ ഇതിൽ എങ്ങനത്തെ ട്രപ്പീസിയം? ഇപ്പം 2 സൈഡ് പാരലൽ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. AB, ഈ പോയിന്റ് C, D. 2 സൈഡ് പാരലൽ. അപ്പം പാരലൽ അല്ലാത്തവരുണ്ടല്ലോ, അവർ ഈക്വൽ ആയിരിക്കണം. അങ്ങനത്തെ പാരലലോഗ്രാം. ഇതിന് എന്തുണ്ട്? ലൈനോ സിമെട്രി ഉണ്ട്. കാര്യം ഇതിനെ കൃത്യം നടുക്കൂടെ മുറിച്ചാൽ ഈ ഹാഫും ഈ ഹാഫും ഒരുപോലെ ഇരിക്കും. പക്ഷെ ഇതിനെ കറക്കിയാൽ ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. ഇതിനെ ഇങ്ങനെ കറക്കിയാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? തിരിച്ച് കറക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വല്ലതും ആണോ? അല്ല. ഈ ഫിഗർ പോലെ എപ്പോഴേലും വരുന്നുണ്ടോ? ഇല്ല. അതായത് ലൈനോ സിമെട്രി ഉണ്ട്, പക്ഷേ റൊട്ടേഷണൽ സിമെട്രി ഇല്ലാത്ത ഒരാളെ എഴുതുക. ആരാണത്? ട്രപ്പീസിയമാണ്. എന്ത് ട്രപ്പീസിയം? ട്രപ്പീസിയം വിത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയുള്ളത്.
ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ആയി. ഏതൊക്കെയാണ്? ഒന്നിൽ കൂടുതൽ ലൈനോസിമെട്രി വേണം, ഒന്നിൽ കൂടുതൽ എന്ത് വേണം? റൊട്ടേഷണൽ സിമെട്രി വേണം. അതാരാണ്? ഇക്വിലാറ്ററൽ. ഇനി റൊട്ടേഷണൽ സിമെട്രി വേണ്ട, പക്ഷേ എക്സാക്ട്ലി 1 എന്തുണ്ട്? ലൈനോസിമെട്രി വേണം. ഓക്കെ, ആരാണത്? ആരാണ്? നമ്മുടെ ഐസോസെലസ്. ഇനി എന്താണ്? ഒന്നിൽ കൂടുതൽ റൊട്ടേഷണൽ സിമെട്രി വേണം, പക്ഷെ ലൈനോസിമെട്രി വേണ്ട. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി എന്താണ്? ലൈനോസിമെട്രി വേണം, പക്ഷെ റൊട്ടേഷണൽ വേണ്ട. അതാരാണ്? ട്രപ്പീസിയം. വെറും ട്രപ്പീസിയം അല്ല, ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയാം അവരെ. എന്ത്? നോൺ പാരലൽ സൈഡ്സ് ഈക്വലായ ട്രപ്പീസിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് കണ്ടോ, നോൺ പാരലൽ സൈഡ്സ് ഈക്വലായ ട്രപ്പീസിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a figure has 2 or more linosymmetry, it have a rotational symmetry of order more than 1. എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നേക്കുക. എന്താ ചോദിച്ചെന്താണ്? ഒരു ഫിഗറിന് 2 or more ലൈനോസിമെട്രി ഉണ്ട്, 2 അതിൽ കൂടുതലോ ലൈനോസിമെട്രി ഉണ്ട്. Should it have rotational symmetry of order more than 1? ഒന്നിൽ കൂടുതൽ റൊട്ടേഷണൽ സിമെട്രി ഉണ്ടാകുമോ എന്നാണ് അവർ ചോദിച്ചത്. ഉണ്ടാകുമോ? ഉണ്ടാകുമല്ലേ? നമ്മൾ കുറേ ഫിഗേഴ്സ് പഠിച്ചു. ഇതിന് ഒരു സർക്കിൾ എത്ര ലൈനോസിമെട്രി ഉണ്ട്? ഇൻഫിനിറ്റ് ലൈനോസിമെട്രി ഉണ്ട്. ഇൻഫിനിറ്റ് എന്തുകൊണ്ട്? റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്. സ്ക്വയറിന് കണ്ടോ, ഇത്രയും ലൈനോസിമെട്രി ഉണ്ട്, അതേപോലെ തന്നെ റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? അതെ. അപ്പം നമുക്ക് എന്താ പറയാം? ഉറപ്പായിട്ടും ഉണ്ടാകും. ഉറപ്പായിട്ടും എന്തുണ്ടാകും? ഒന്നിൽ കൂടുതൽ റൊട്ടേഷണൽ സിമെട്രി, ലൈനോസിമെട്രി ഉള്ളവർ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത എന്താണ്? നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ കപ്പാസിറ്റിയാണ് ഈ ചാപ്റ്റർ എന്താണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ മാറ്റ് എക്സാമുകൾ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, മെന്റൽ എബിലിറ്റി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. എന്താണ്? ഷേപ്പുകൾ അവർ തന്നിട്ടുണ്ട്. എന്തൊക്കെ എഴുതണം? സെന്റർ ഓഫ് റൊട്ടേഷൻ ഏതാണെന്ന് എഴുതണം. എന്ന് വെച്ചാൽ എന്തിനെ ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഓർഡർ ഓഫ് റൊട്ടേഷൻ, അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര തവണ ക്വസ്റ്റ്യൻ ഫിഗേഴ്സിന്റെ അതേ ആളുകൾ വരുന്നു, ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻ ഫിഗർ. ദെൻ ആംഗിൾ ഓഫ് റൊട്ടേഷൻ, എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അതേ ഫിഗർ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ് സ്ക്വയറിന്റെ ആരാ മക്കളെ? ഇതാണ് സ്ക്വയറെങ്കിൽ സ്ക്വയറിന്റെ ഇതെല്ലാം കൂടെ കൂട്ടിമുട്ടുന്നത് എവിടാണ്? ഈ പോയിന്റിലാണ് അല്ലേ? ഈ പോയിന്റ്, ഈ സെന്റർ പോയിന്റ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. അതായത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓഫ് ഡയഗണൽസ്. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓഫ് ഡയഗണൽസ് എന്ന് പറയണം. ഓക്കെ, ഇനി എന്താണ്? എത്ര ഉണ്ട് മക്കളെ? എത്ര റൊട്ടേഷൻ ഉണ്ട്? 4 റൊട്ടേഷൻ ഉണ്ടല്ലേ? എങ്ങനെയൊക്കെയാ? ഇത് 4 ഇങ്ങനെ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ കറക്കിയാലും എന്താണ്? ഒരേപോലെ ഇരിക്കും. ഓരോ ആംഗിളും എത്ര ആയിരിക്കും? 90 ഡിഗ്രി. ഇനി എന്താണ്? റെക്ടാംഗിളിന് എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ വെർട്ടിക്കലി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്യണം. ഏതെങ്കിലും ഒന്നേ ഒരേ സമയം നടക്കും. കാര്യം ലെങ്തും ബ്രെഡ്ത്തും വേരി ചെയ്യുന്നതാണ്. ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ അല്ല. അപ്പോൾ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? അപ്പോൾ എന്താണ്? ഏതാണ് ഒരേപോലെ ഇരിക്കുന്നത്? ഓർഡർ ഓഫ് റൊട്ടേഷൻ 2 ആണ്. ഓർഡർ ഓഫ് റൊട്ടേഷൻ 2 ആണ്. ഏതാണ് പോയിന്റ് വരുന്നത്? ഡയഗണൽസ് കൂട്ടിമുട്ടണം, അത് തന്നെയാണ് വരുന്നത്. അതായത് ക്വാഡ്രിലാറ്ററൽസിനൊക്കെ ഏതാണ് സെന്റർ ഓഫ് റൊട്ടേഷൻ? ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നത് എത്ര? 180.
നെക്സ്റ്റ് റോംബസ്. റോംബസ് ഓർമ്മയുണ്ടോ മക്കളെ? ഇതെല്ലാം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു കളക്ഷൻ എഴുതാനാണ് അവർ പറഞ്ഞേക്കുന്നത്. റോംബസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിട്ടുള്ള ഒരാൾ. ഇതൊരു റോംബസ് ആണ്. ഏതാണ്? ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ റൊട്ടേഷൻ എവിടെ ആയിരിക്കും? ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഇതിൻ്റെ ലൈനോസിമെട്രി എവിടെ മക്കളെ? ആംഗിളോസിമെട്രി എത്ര? 90 ആണോ? അല്ല. ആംഗിളോസിമെട്രി കാര്യം എന്താണ്? ഈ ആംഗിൾ വേരി ചെയ്യുന്നുണ്ടല്ലേ? റോംബസിൻ്റെ ഈ ആംഗിൾ ചിലപ്പോൾ ഒരു 50 ആണെങ്കിൽ ഇത് എത്ര? ഓപ്പോസിറ്റ് ആംഗിൾസ് അറിയിക്കുമല്ലോ. 50, ഇത് 130, ഇത് 130. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താണ്? ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്ട് ഫിഗർ ആണ് കിട്ടുന്നത്? അല്ല. ഒന്നുകിൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ വെർട്ടിക്കലി കട്ട് ചെയ്യണം. അതായത് രണ്ടെണ്ണമേ ഉള്ളൂ. ആംഗിൾ ഓഫ് റൊട്ടേഷൻ 120 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇനി ഞാൻ പറയുന്നില്ല എത്രയാണ്. മീഡിയൻസ് കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ്. മീഡിയൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു മീഡിയൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് വരയ്ക്കുന്ന മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ്. 3 ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഉണ്ട്. 120 ആണ്. റെഗുലർ ഹെക്സഗൺ നമ്മൾ പഠിച്ചായിരുന്നു. എത്രയാണ്? റെഗുലർ ഹെക്സഗണ് 6 എണ്ണം ഉണ്ട്. 6 എണ്ണം എന്ന് പറയുമ്പോൾ എത്ര? ഓരോന്നും ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ആണ്. അപ്പോൾ അതിന് 6 എണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യ്. എത്ര? ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. സർക്കിളിൻ്റെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് സർക്കിളിൻ്റെത്? ഇൻഫിനിറ്റ് ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്, ഇൻഫിനിറ്റ് ലൈൻ ഓഫ് റൊട്ടേഷൻ ഉണ്ട് അല്ലേ? എത്രയാണ് ആംഗിൾ എന്ന് ചോദിച്ചാൽ എല്ലാ ആംഗിളിലും ലൈൻ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. എത്ര? എല്ലാ ആംഗിളിലും റൊട്ടേഷൻ നടക്കുന്നുണ്ട്. കാര്യം എന്താ? ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇതൊരു ഡയഗണലുകളെല്ലാം എന്താണ്? ഡയഗണലുകളെല്ലാം എല്ലാം ലൈൻ ഓഫ് സിമ്മട്രിയുമാണ്, ലൈൻ ഓഫ് റൊട്ടേഷൻ്റെയും ആണ് അല്ലേ? അതായത് ഇൻഫിനിറ്റ് ലൈൻസ് വരയ്ക്കാം. ഓരോന്നിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എല്ലാ ആംഗിളുകളും ഉണ്ട്. കുനുകുനാന്ന് കുറേ വരക്കാം. ഓക്കെ. അപ്പോൾ ഇവരുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. പക്ഷെ സെമി സർക്കിൾ ആയിരുന്നുവെങ്കിൽ എന്ത് വന്നേനെ മക്കളെ? ആലോചിച്ച് നോക്ക്. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ വരച്ചാൽ കൃത്യം 2 ആയിട്ട് ഡിവൈഡ് ആകും അല്ലേ? ഇങ്ങനെ വരച്ചാൽ. ഇനിയോ ഇതാണ് ലൈൻ ഓഫ് സിമെട്രി. റൊട്ടേഷണൽ സിമെട്രി ഉണ്ടോ? നോക്കി, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെമി സർക്കിളിനെ എത്ര ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താലാണ് ഇങ്ങനെ തന്നെ വരുന്നത്? ഇത് കറങ്ങി ഇതുപോലെ തന്നെ വരണമെങ്കിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഒരു തവണ. അപ്പോൾ സെൻറ്റർ ഏതാന്ന് ചോദിച്ചാൽ എതിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൻറ്റർ ഓഫ് ദ സർക്കിളിനെ ബേസ് ചെയ്താണ് അഥവാ മിഡ് പോയിന്റ് ഓഫ് ഡയമീറ്റർ. മിഡ് പോയിന്റ് ഓഫ് ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്നാ? സെൻറ്റർ ഓഫ് ദ സർക്കിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്താണ്? നെയിം ദ ക്വാഡ്രിലാറ്ററൽ വിച്ച് ഹാസ് ബോത്ത് ലൈൻ ഓഫ് സിമെട്രി ഓഫ് ഓർഡർ ലൈൻ ഓഫ് സിമെട്രി ആൻഡ് റൊട്ടേഷണൽ സിമെട്രി ഓഫ് മോർ ദാൻ 1. എന്താണ് അവൻ്റെ പേര്? നമ്മൾ പഠിച്ചതാണ്. സ്ക്വയർ എന്നാണ് പേര്. അതിന് കൂടുതലൊന്നും ആലോചിക്കേണ്ട. കാര്യം എന്താണ്? സ്ക്വയർ ആകുമ്പോൾ എത്ര ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്? ഇത് ലൈൻ ഓഫ് സിമെട്രിയാണ്, ഇത് ലൈൻ ഓഫ് സിമെട്രിയാണ്, ഇത് ലൈൻ ഓഫ് സിമെട്രിയാണ്, ഇത് ലൈൻ ഓഫ് സിമെട്രിയാണ്. എത്ര ഉണ്ട്? 4 ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്. റൊട്ടേഷണൽ സിമെട്രി ആണെങ്കിലോ അതേണ്ടേ ഇങ്ങനെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഓരോ ആംഗിളും 90 ഡിഗ്രി ആവുന്ന രീതിയിൽ 90 ഡിഗ്രി കറങ്ങിയാൽ ഇങ്ങനെ വരും, പിന്നെ 90 ഇറങ്ങി ഇങ്ങനെ വരും, പിന്നെ 90 ഇറങ്ങി ഇങ്ങനെ വരും, പിന്നെ 90 ഇറങ്ങിയാൽ ക്വസ്റ്റ്യൻ തന്നെ വരും. അതായത് 1 2 3 4 കറക്കം കറങ്ങിയാൽ ക്വസ്റ്റ്യനിലേക്ക് എത്തത്തുള്ളൂ. അതായത് 4 ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്, 4 എന്തുകൊണ്ട്? നമ്മുടെ റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്. എന്തുകൊണ്ടാണ് റെക്റ്റാങ്കിൾ എടുക്കാഞ്ഞേ? അപ്പോൾ ആൻസർ കിട്ടി, സ്ക്വയർ. റെക്റ്റാങ്കിൾ നമുക്കിവിടെ രണ്ടും എന്ത് വരണമെന്ന് പറഞ്ഞ് മോർ ദാൻ 1 വേണമെന്നാണ് പറഞ്ഞത് അല്ലേ? റെക്റ്റാങ്കിൾ എടുത്തിരുന്നെങ്കിൽ ഇതൊന്ന് ലൈൻ ഓഫ് സിമെട്രി. ഹൊറിസോണ്ടലി കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് ആകും, വെർട്ടിക്കലി കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് ആകും. ഡയഗണലി കട്ട് ചെയ്യാവോ? ഇല്ല.
2 വരുന്നുണ്ട്. റൊട്ടേഷണൽ സിമെട്രി ഏതാ? ഒന്നുകിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് കറക്കി എടുക്കുക അല്ലേ? അപ്പോൾ ഇതിനേക്കാളും ഏറ്റവും നല്ലത് ആരാണ്? സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ ഇത് ശരിയാവുന്നില്ല എന്നല്ല, റെക്റ്റാങ്കിളിന് ഉണ്ട്. റെക്റ്റാങ്കിളിന് എന്താണ്? 2 ലൈനോ സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞു. എത്ര റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്? 2 റൊട്ടേഷണൽ സിമെട്രി ഉണ്ടാകും. നമ്മൾ ഇവിടെ അങ്ങോട്ട് ചെയ്തേ ഉള്ളൂ. റെക്റ്റാങ്കിളിന് 2 റൊട്ടേഷണൽ സിമെട്രി ഉണ്ട് അല്ലേ? റോംബസിന് 2 റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്. റോംബസിന് 2 ലൈനോ സിമെട്രി ഉണ്ടെന്ന് പണ്ട് പഠിച്ചതാ. പണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഇവരിൽ ആരെ വേണമെങ്കിലും മക്കൾക്ക് എഴുതായിരുന്നു കേട്ടോ. പാരലോഗ്രാം എഴുതാൻ പാടില്ല. പാരലോഗ്രാം എഴുതാൻ പാടില്ല, ട്രപ്പീസിയം എഴുതാൻ പാടില്ല, വെറും ക്വാഡ്രിലാറ്ററൽ എഴുതാൻ പാടില്ല. ബാക്കിയുള്ളവർ ആരൊക്കെയാ? സ്ക്വയർ എഴുതാം, റെക്റ്റാങ്കിൾ എഴുതാം, റോംബസ് എഴുതാം. ഇവരിൽ 3 പേരിൽ ആരെ വേണമെങ്കിലും മക്കൾക്ക് ഇതിൻ്റെ ഉത്തരമായി എഴുതായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ, ബോത്ത് ലൈനോസിമെട്രി ആൻഡ് റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ മോർ ദാൻ 1. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിൻ്റെ ബാക്കി എടുക്കാം. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അടുത്ത നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.